ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മൾ ആക്ച്വലി പുതിയ നമ്മുടെ ക്യാനോൻ്റെ ക്യാമറയിൽ നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഡിഫറൻസ് ഉണ്ടോ എന്ന് പറയാം. നമ്മൾ ഇതിന് മുമ്പ് സോണിയുടെ ZV-10 ഷൂട്ട് ചെയ്യാറ്. അപ്പോൾ ഇത് നമ്മളിന്ന് നമ്മുടെ പുതിയ ക്യാമറയിലൊന്ന് മാറ്റി നോക്കിയതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ക്വാളിറ്റി ഡിഫറൻസ് എന്തായാലും ഉണ്ടോ എന്നൊന്ന് പറയാൻ മറക്കണ്ട. അപ്പോൾ നമ്മളൊന്ന് പറയുമ്പോൾ നമ്മുടെ ഹെൽത്ത് ഇൻഷുറൻസിനെ കുറിച്ചാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയും ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് വെച്ചാൽ കുറേ കമൻറ്റ്സ് നമുക്കിപ്പോൾ വരാറുണ്ട്, ഞാൻ ഉപയോഗിക്കുന്ന ഹെൽത്ത് ഇൻഷുറൻസ് ആണെന്ന് വെച്ചിട്ട്. അതുകൊണ്ടാണ് ഞാൻ മെയിനായിട്ട് ഇത് എന്താ പറയുക ഇങ്ങനത്തെ ഒരു വീഡിയോ എടുക്കാൻ മെയിൻ കാരണം. അപ്പോൾ നിങ്ങൾക്ക് അറിയും ഹെൽത്ത് ഇൻഷുറൻസ് ഇപ്പോൾ ഇഷ്ടം പോലെ കുറേ ഹെൽത്ത് ഇൻഷുറൻസുകളുണ്ട്. അതിപ്പോൾ നമുക്ക് ഏഷ്യാനെറ്റ് ബ്രോഡ്ബാൻഡ് വരെ വിളിക്കുന്നുണ്ട്, നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടെന്ന്. അപ്പോൾ അതിനൊരു ഓഫർ പറഞ്ഞ് വിളിക്കാനുണ്ടാ. അപ്പോൾ ഇഷ്ടം പോലെ ഹെൽത്ത് ഇൻഷുറൻസുകളുണ്ട്. ഞാൻ ആക്ച്വലി ഉപയോഗിക്കുന്ന പേഴ്സണൽ ഹെൽത്ത് ഇൻഷുറൻസ് ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഉപയോഗിക്കുന്നത് HDFCയുടെ അർഗോ ആണ്. അപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് സെലക്ട് ചെയ്യുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ് നമ്മുടെ സെറ്റിൽമെൻറ്റ് റേഷ്യോ നോക്കിയിട്ട് സെലക്ട് ചെയ്യുക. അതായത് അവരെത്ര പെർസെൻറ്റേജ് ഇൻഷുറൻസ് ക്ലെയിം അല്ലെങ്കിൽ ക്ലെയിം സെറ്റിൽമെൻറ്റ് ചെയ്യുന്നുള്ളത് ഒരു പെർസെൻറ്റേജ് റിപ്പോർട്ടാണത്. ആക്ച്വലി നമ്മുടെ സൈറ്റൊക്കെ നോക്കിക്കഴിഞ്ഞാൽ സംഭവങ്ങളൊക്കെ കിട്ടും എൻ്റെ. അപ്പോൾ HDFC അർഗോൻ്റെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് 99.16 ഒക്കെയാണ്. ഓൾമോസ്റ്റ് നല്ല ഹൈ സെറ്റിൽമെൻറ്റ് റേഷ്യോ ഉള്ള സംഭവമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മെയിൻലി HDFC അർഗോ എടുത്തേക്കുന്നതും. അപ്പോൾ വൈഫിൻ്റെ ആയാലും അപ്പോൾ കമ്പനി ഇൻഷുറൻസ് ഒക്കെ HDFC തന്നെയാണ്, അത് വേറെ കാര്യം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മെയിനായിട്ട് HDFC തന്നെ എടുത്തേക്കുന്നത്. അപ്പോൾ HDFCയിൽ കുറേ ഞാനിപ്പോൾ അത് പ്രൊമോഷണൽ സംഭവമൊന്നുമല്ല, ഞാൻ തെറ്റിദ്ധരിക്കണ്ട. പ്രൊമോഷണൽ സംഭവം അതുപോലെ തന്നെ ഇപ്പോൾ ഇഷ്ടം പോലെ ആൾക്കാർ ഇപ്പോൾ പോളിസി ബസാറിൻ്റെ ഒക്കെ നമ്മുടെ ഇഷ്ടം പോലെ പ്രൊമോഷൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഞാൻ തീരെ റെക്കമെൻഡ് ചെയ്യാത്തൊരു സാധനമാണ് പോളിസി ബസാർ. ഇഷ്ടം പോലെ ആൾക്കാർ അധികം ഇൻഷുറൻസ് എടുത്തിട്ട് ക്ലെയിം ഒന്നും ആവാണ്ട് അല്ലെങ്കിൽ ഫുള്ള് കിട്ടാനൊക്കെ ഇഷ്ടം പോലെ ആൾക്കാർ വരുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ കസിൻസ് അടക്കം ഇതുപോലെ പെട്ടിട്ടുണ്ട് ഇൻഷുറൻസ്. എന്ന് വെച്ചാൽ ഇവർ പോളിസി ബസാർ എടുത്ത് വിളിച്ച് നമുക്ക് EMI ഉണ്ട് വാങ്ങിയിടുന്നൊക്കെ പറഞ്ഞ് പൂരിഞ്ഞ മാർക്കറ്റിങ്ങാണ്. ഒന്നാമത് നിങ്ങൾ ഈ ഇൻഷുറൻസ് ഇപ്പോൾ HDFC ഒക്കെ ഉണ്ടല്ലോ, അവരും നോ കോസ്റ്റ് EMI ഓപ്ഷൻ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഈ EMI ഫീച്ചർ എടുക്കരുത് കേട്ടോ. എന്ന് വെച്ചാൽ EMI അവർ ആ അടച്ച എമൗണ്ടിൻ്റെ മാത്രമേ ചിലപ്പോൾ സെറ്റിൽമെൻറ്റ് തരുള്ളൂ. അങ്ങനെ കുറേ ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ നിങ്ങളൊരു EMI അല്ല ഇപ്പോൾ ഒരു ഇൻഷുറൻസ് എടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫുൾ പ്രീമിയം അടയ്ക്കാൻ നോക്കി നോക്കുക. മാക്സിമം നിങ്ങൾക്ക് ഇപ്പോൾ EMI മാത്രമേ പറ്റുള്ളൂ എന്ന് വെച്ചാൽ ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ ക്രെഡിറ്റ് കാർഡ് കൊണ്ട് അതിൻ്റെ ഫുൾ പ്രീമിയം അടച്ചിട്ട് അതിൽ വേണം നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ക്രെഡിറ്റ് കാർഡിൻ്റെ ഉള്ളിൽ പോയിട്ട് വേണമെങ്കിൽ EMI ആക്കാം. അല്ലാണ്ട് ഡയറക്റ്റ് ഈ ഇൻഷുറൻസ് ആയിട്ട് ഡയറക്റ്റ് EMI പരിപാടി ചെയ്യാണ്ടിരിക്കുക. നിങ്ങൾക്ക് സെറ്റിൽമെന്റ് ചെയ്യുന്ന എമൗണ്ട് അവർ ഭയങ്കരമായിട്ട് കുറയ്ക്കും. നിങ്ങൾ അടച്ച എമൗണ്ടിന്റെ ഒക്കെ സാധനങ്ങളൊക്കെ ചെയ്തിട്ടുള്ളൂ. ഭയങ്കരമായിട്ട് നമുക്ക് നമ്മുടെ ഫുൾ സം ഇൻഷുർഡ് ഒന്നും കിട്ടില്ല ഈ EMI ആണെങ്കിൽ. അപ്പോൾ അത് സൂക്ഷിക്കാൻ മറക്കേണ്ട ഒരു ഉടായ്പ പരിപാടിയാണ് EMI ഇൻഷുറൻസ്. ശ്രദ്ധിക്കാൻ മറക്കേണ്ട. ഈ പോളിസി ബസാർ മെയിൻ ആൾക്കാരാണ് ഈ സാധനത്തിന്റെ. അവന്മാർക്ക് സെറ്റിൽമെന്റ് ഇത് കൂടെ കാശ് ഇത് എടുത്താൽ മതി, അവർക്ക് കമ്മീഷൻ കിട്ടിയാൽ മതി, വേറെ പരിപാടികളൊന്നുമില്ല. അപ്പോൾ അത് ശ്രദ്ധിക്കാൻ മറക്കണ്ട. പോളിസി ബസാർ ഞാൻ തീരെ റെക്കമെൻഡ് ചെയ്യില്ല. പറയുമ്പോൾ സാധനം എന്താ പറയുക ലൈസൻസ്ഡ് സാധനമൊക്കെയാണ് കേട്ടോ. അവരെ ഒരു എന്താ പറയുക ഒരു അഗ്രിഗേറ്ററാണ് അവർ. ഞാൻ പ്രൊമോഷൻ ഒന്നല്ല എടുത്ത് പറഞ്ഞു മൊത്തം വെച്ചാൽ കുറേ പേര് ഇതിൻ്റെ ആഡ് കണ്ടിട്ട് അല്ലെങ്കിൽ പ്രൊമോഷൻ വഴി കണ്ടിട്ട് കുറേ പേര് കമൻറ്റ് ചെയ്യുന്നത്, അതുകൊണ്ട് ഞാൻ എടുത്ത് പറഞ്ഞു മാത്രം. അപ്പോൾ നിങ്ങൾക്ക് അറിയാം ഹെൽത്ത് ഇൻഷുറൻസ് സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് കുറേ പോയിന്റുകൾ നോക്കണം. അതിൽ മെയിനാണ് നമ്മൾ ആദ്യം പറഞ്ഞത് നമ്മുടെ ക്ലെയിം സെറ്റിൽമെൻറ്റ് റേഷ്യോ. രണ്ടാമത്തേന്ന് പറയുന്നത് നമ്മുടെ ഒരു സം ഇൻഷുർഡ്, നമ്മുടെ ഹെൽത്തും സംഭവങ്ങളൊക്കെ നോക്കിയിട്ട് വേണം നമ്മുടെ എത്ര. ഇപ്പം എക്സാമ്പിളായിട്ട് നമുക്ക് മിനിമം ഇപ്പോൾ ഒരു 5 ലക്ഷത്തിനൊക്കെ കിട്ടും, 5 ലക്ഷം കിട്ടും, 10 ലക്ഷത്തിന് കിട്ടും. അപ്പം അതിനനുസരിച്ചായിരിക്കും നമുക്ക് പ്രീമിയം വരിക. അപ്പോൾ ആ എത്ര നമുക്ക് സം ഇൻഷുർഡ് വേണമെന്ന് നമുക്ക് നമ്മുടെ ഒരു പേഴ്സണൽ സംഭവം ഉണ്ടായിരിക്കുമല്ലോ, അത് നോക്കിയിട്ട് മാത്രം സെലക്ട് ചെയ്യുക. മൂന്നാമത്തേന്ന് പറയുന്നത് നമ്മുടെ കവറേജുകൾ. ഇപ്പോൾ എന്തൊക്കെ ഇതിന് കവറേജ് വേണം. ഇപ്പോൾ നിങ്ങൾക്ക് അറിയിക്കും ഇപ്പോൾ കോവിഡിനടക്കം ഇപ്പോൾ കവറേജ് വരുന്ന ഇൻഷുറൻസുകളൊക്കെ ഉണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് മാത്രം ഏതൊക്കെ കവറേജ് വേണമെന്ന് നോക്കിയിട്ട് എടുക്കുക കേട്ടോ. നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റും, എക്സ്ട്രാ ആഡ് ഓൺ ഒക്കെ ആഡ് ചെയ്യാനൊക്കെ പറ്റും. പിന്നെ നിങ്ങളുടെ ഈ പ്ലാനിൽ സബ് ലിമിറ്റ് എന്ന സാധനം ഉണ്ട്, അത് ഇല്ലയെന്ന് ഉറപ്പ് വരുത്തണം. അതുപോലെ തന്നെ കോ പേയ്മെൻറ്റും, അതായത് നമ്മൾ കുറച്ചടക്കണം ബാക്കി അവരടയ്ക്കണം, അങ്ങനത്തെ പരിപാടി അത് ഇല്ലയെന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അത് ഉറപ്പ് വരുത്തണം ഇല്ലയെന്ന്. എന്താ വെച്ചാൽ ഇവന്മാർ ഇതേപോലെ നിങ്ങൾ ഇപ്പോൾ ആക്ച്വലി ബ്രാൻഡ് നിങ്ങളിപ്പോൾ പോളിസി ബസാറിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എല്ലാത്തിൻ്റെയും സംഭവം ഡീറ്റെയിൽ ആയിട്ട് കിട്ടുക ചെയ്യാം. ശരിക്കും നമ്മുടെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാലും ഇപ്പോൾ കമ്പയറിങ് ചെയ്യാനാണെങ്കിൽ നല്ലതാണ്. പക്ഷേ നിങ്ങൾക്ക് അവിടെ നിന്ന് കമ്പയർ ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അവരുടെ ഒഫീഷ്യൽ സൈറ്റ് പോയി എടുക്കായിരിക്കും നല്ലത്. ഇപ്പോൾ നിങ്ങൾക്ക് HDFCയും വേറെ ഏതെങ്കിലും ഇപ്പോൾ എന്താ പറയുക ന്യൂ ബൂപ്പായിട്ട് കമ്പയർ ചെയ്യുന്നത് ഇപ്പം ഈ സാധനത്തിനുള്ളിൽ പോയി കഴിഞ്ഞാൽ എല്ലാം ഒരുമിച്ച് കാണിക്കും. എന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡയറക്റ്റ്ലി പോയി എടുക്കാം അവരുടെ സൈറ്റിൽ കൂടെ. അപ്പോൾ അതായിരിക്കും കുറച്ചുകൂടി അവരുടെ സപ്പോർട്ട്. ഞാൻ ആക്ച്വലി അവരായിട്ട് സംസാരിച്ചപ്പോൾ തന്നെ പറയാം, സപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടുക ഡയറക്റ്റ് അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ്. അവർ റെക്കമെൻഡും ചെയ്യുന്നില്ല, അവർ തേർഡ് പാർട്ടി ത്രൂ റെക്കമെൻഡും ചെയ്യുന്നില്ല. ഇവർ മാത്രമല്ല, ഇപ്പോൾ ഫോൺ പേ ആയാലും ഇഷ്ടം പോലെ എല്ലാത്ത സ്ഥലത്ത് കൂടെ ആമസോൺ ത്രൂ ഒക്കെ നമുക്ക് ഇപ്പോൾ ഇൻഷുറൻസ് എടുക്കാൻ പറ്റും. ഇവർ തേർഡ് പാർട്ടി എടുക്കണമെന്നൊന്നും ഇവർ തന്നെ റെക്കമെൻഡ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് അവരുടെ കസ്റ്റമർക്കാരെ വിളിച്ചിട്ട് ചാറ്റ് ചെയ്ത് നോക്കാം, അവർ തന്നെ റെക്കമെൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ പിന്നെ അതിലേക്ക് പോകേണ്ട ആവശ്യമില്ലല്ലോ. ഡയറക്റ്റ് എടുത്താൽ തന്നെ നമുക്ക് സപ്പോർട്ടൊക്കെ ഭയങ്കര കുറവാണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഭവമാണ് നമ്മുടെ PD വെയിറ്റിംഗ് പീരീഡ്. അതായത് പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസിന്റെ വെയിറ്റിംഗ് പീരീഡ്. നോർമലി 2 കൊല്ലം 3 കൊല്ലമൊക്കെ ഉണ്ടായിരിക്കും. നമുക്ക് ഓൾറെഡി ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് ഓൾറെഡി BP എന്ന് ചോദിക്കാം നമ്മൾ എടുക്കുന്ന സമയത്ത്. അപ്പോൾ ഈ BP പ്രീ എക്സിസ്റ്റിംഗ് ഡിവൈസിലാണ് വരിക. അപ്പോൾ BPയുടെ എന്തെങ്കിലും അസുഖം വന്നിട്ട് നമുക്ക് അതിന്റെ ക്ലെയിം കിട്ടണമെങ്കിൽ നമ്മൾ ഈ ഇൻഷുറൻസ് എടുത്തിട്ട് 2 കൊല്ലം 3 കൊല്ലം അതിന്റെ ഡിപ്പെൻസ് അപ്പോൾ നമ്മുടെ
ഇൻഷുറൻസിൻ്റെ വെയിറ്റിംഗ് പീരീഡ് അനുസരിച്ചായിരിക്കും നമുക്ക് കിട്ടുക. അതാണ് എൻ്റെ ഒരു എക്സാമ്പിൾ പറയുന്നത് മാത്രമല്ല. അപ്പോൾ അത് നോക്കാൻ മറക്കണ്ട കേട്ടോ. പിന്നെ കുറേ ഇപ്പോൾ റീസ്റ്റോറേഷൻ പാക്ക്, ടോപ്പ് അപ്പ് ആഡ് ചെയ്യാനുള്ള പാക്ക്, അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇഷ്ടംപോലെ എല്ലാതും കൊടുക്കുന്നുണ്ട്. അത് നോക്കിയിട്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. പിന്നെ നമ്മുടെ ഹോസ്പിറ്റൽ കവറേജ്, അതായത് നമ്മുടെ നിങ്ങളുടെ സിറ്റിയിൽ, പ്രത്യേകിച്ച് നിങ്ങൾ താമസിക്കുന്ന സിറ്റിയിൽ എത്ര ഹോസ്പിറ്റലിൽ ഇത് കവറേജ് ഉണ്ട്, എത്ര ഹോസ്പിറ്റലിൽ അവർക്ക് എന്താ പറയുക ഫുൾ കവറേജ് തരുന്ന ഹോസ്പിറ്റൽ ഉണ്ട് നോക്കിയിട്ട് മാത്രം എടുക്കുകയാണ്. എന്ന് വെച്ചാൽ അതില്ലാത്ത സാധനം നോക്കിയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ കുറേ പേര് പ്രീമിയം കുറവുള്ളതൊക്കെ നോക്കി പോയി എടുക്കും. പക്ഷേ അതിൽ ചിലപ്പോൾ നമ്മുടെ സിറ്റിയിലത്തെ ഹോസ്പിറ്റൽസൊക്കെ ഭയങ്കര കുറവായിരിക്കും. അപ്പോൾ ഇഷ്യൂസ് വരും. പിന്നെ നമുക്ക് നമ്മുടെ എക്സ്ക്ലൂഷൻ, നമ്മുടെ പോളിസിയിൽ എന്തിനൊക്കെ എക്സ്ക്ലൂഷൻസ് ഉണ്ട് നോക്കി വെക്കുക. അതായത് ചില അസുഖങ്ങൾക്ക് എക്സ്ക്ലൂഷൻസ് ഉണ്ടായിരിക്കും. കുറേ ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഇപ്പോൾ നമ്മൾ AC റൂമിൽ ഇരുന്ന് ചിലപ്പോൾ എക്സ്ക്ലൂഷൻസ് ഉണ്ടായിരിക്കും. അങ്ങനെ കുറേ എക്സ്ക്ലൂഷൻസ് ഉണ്ട്. അത് ഞാൻ എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ മാത്രം അത് നിങ്ങൾക്ക് അവരുടെ ലിസ്റ്റ് നോക്കിയാൽ കിട്ടും കേട്ടോ. അതായത് ഇൻഷുറൻസ് ആയാലും അതിലെല്ലാത്തിനും ഉണ്ടായിരിക്കും. അപ്പോൾ ഡിപ്പെൻഡ്സ് അപ്പോൺ കാറ്റഗറി അനുസരിച്ച് അത് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ അത് ചെക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങൾക്ക് നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹൈസ് ക്ലെയിം സെറ്റിൽമെൻറ്റ് റേഷ്യോ നോക്കിയെടുക്കുക. പിന്നെ ഇൻഷുറൻസ് കമ്പനിയുടെ റെപ്യൂട്ടേഷൻ, അതിപ്പോൾ മിക്ക എല്ലാ എന്താ പറയുക, ഇപ്പോൾ എക്സാമ്പിൾ നിങ്ങൾ പ്രൈവറ്റ് ആണ് നോക്കുന്നതെങ്കിൽ ഇപ്പോൾ HDFC ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്ന സംഭവമായിരിക്കും. നീവ ബൂപ്പ എന്ന് പറയുന്നത് ഒരു ഇന്ത്യൻ പ്ലസ് മാക്സ് ലൈഫ് ഇൻഷുറൻസ് ഉണ്ടെന്നല്ലോ മുമ്പ്. അത് നമ്മുടെ ബൂപ്പ എന്ന് പറയുന്നത് ഒരു UAE ഗ്രൂപ്പാണ്ടാണ്. അവരോട് ടൈപ്പ് ചെയ്തിട്ട് 2 കോ-ബ്രാൻഡഡ് ഇത് ഇറക്കുന്ന സംഭവമാണ്. പിന്നെ എക്സാമ്പിളായിട്ട് പിന്നെ സ്റ്റാർ ഞാൻ തീരെ റെക്കമെൻഡ് ചെയ്യില്ല. അതിന് മുമ്പ് ആദ്യം ഞാൻ സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസ് ആയിരുന്നു, കുറേ സാധനം. പിന്നെ അത് നിർത്തി സ്റ്റാർ. പിന്നെ ഇതുള്ളത് ഏതാ അത്യാവശ്യം കുഴപ്പമില്ലാത്ത, പിന്നെ നമ്മുടെ പബ്ലിക് ഇൻഷുറൻസുകളൊക്കെ ഉണ്ട്. അതായത് നമ്മുടെ എക്സാമ്പിൾ ന്യൂ ഇന്ത്യ ഇൻഷുറൻസ്, അങ്ങനെ കുറേ ഉണ്ട്. മറ്റേ പിന്നെ കോട്ടക്ക് വരുന്നുണ്ട്. ഇപ്പം എൻ്റെ ഞാൻ ആക്ച്വലി ഒരു അമെക്സിൻ്റെ കസ്റ്റമറാണ്, അമേരിക്കൻ എക്സ്പ്രസിൻ്റെ കസ്റ്റമറാണ്. അപ്പോൾ അവർ തന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് അവരുടെ കസ്റ്റമേഴ്സിനെ വേണ്ടിയിട്ട് ICICI ലോംബാർഡും കൂടി ടൈപ്പ് ചെയ്തിട്ട് അവർ സ്പെഷ്യലൈസ് ആയിട്ടുള്ള ഒരു ഇൻഷുറൻസ് ആണ്. ഇന്ത്യയിൽ ഓൾറെഡി ഉള്ളതുകൊണ്ട് പിന്നെ ഞാൻ അത് എടുത്തില്ല. അതും വരുന്നുണ്ട്. നിങ്ങൾ ഓൾറെഡി ഒരു അമെക്സ് കസ്റ്റമർ ആണെങ്കിൽ അത് എടുക്കാട്ടോ. അത് അത്യാവശ്യം നല്ല പ്ലാനാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട മെയിൻ പോയിന്റുകൾ. പിന്നെ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾക്കൊരു ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ നിങ്ങൾക്ക് ഏജൻറ്റുകാരനൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇഷ്ടം പോലെ ഇപ്പോൾ ഏജൻറ്റ് ത്രൂ കൊടുക്കണമെങ്കിൽ ഏജൻറ്റ് ത്രൂ കൊടുക്കാം. പക്ഷേ അവരെ നിന്ന് എല്ലാ ഡീറ്റെയിൽസും ചോദിച്ചറിഞ്ഞിട്ട് മാത്രം എടുക്കുക. അല്ലാണ്ട് ചുമ്മാ അവർ പറഞ്ഞ് കേട്ടിട്ട് പോയി ചാടികൾ എടുക്കാൻ നോക്കരുത്. അവർ ഏറ്റവും കമ്മീഷൻ കൊടുത്തുള്ള സാധനം റെക്കമെൻഡ് ചെയ്യുള്ളൂ. അപ്പോൾ പ്ലാൻസിൽ എന്തൊക്കെ ഞാൻ ഈ പറഞ്ഞ പോയിന്റുണ്ടല്ലോ, എക്സ്ക്ലൂഷൻസ് എന്തൊക്കെയുണ്ട്, നമ്മുടെ എന്താ പറയുക ഹോസ്പിറ്റൽ ലിസ്റ്റ് എന്തൊക്കെയുണ്ട്, കവറേജ് എത്രയുണ്ട്, ഏതിനൊക്കെ വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്, അതൊക്കെ നോക്കിയിട്ട് കറക്റ്റായിട്ട് നോക്കിയിട്ടും എല്ലാം ചോദിച്ചറിഞ്ഞിട്ട് മാത്രം നിങ്ങളിപ്പോൾ ഓൺലൈൻ അല്ലെങ്കിൽ ഇപ്പോൾ അങ്ങനെ നോക്കിയെടുക്കുക. ഓൺലൈൻ ആണെങ്കിൽ നമുക്ക് എല്ലാത്തിൻ്റെ ഡീറ്റെയിൽസ് അതിൽ കാണാം. അപ്പോൾ അത് ഫുള്ള് വായിച്ച് നോക്കിയിട്ട് മാത്രം എടുക്കുക. എന്ന് വെച്ചാൽ ഇത് ഇൻഷുറൻസ് ഭയങ്കര ഒരു പ്രോഫിറ്റബിൾ ആയിട്ട് നടന്നുകൊണ്ട് പോകുന്ന ഒരു ബിസിനസ് പരിപാടിയാണ്. അപ്പോൾ അതിൽ അവർ ഇഷ്ടം പോലെ എക്സ്ക്ലൂഷൻസും സംഭവമൊക്കെ ഇത് വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇത് ഫുള്ള് വായിച്ചിട്ട് മനസ്സിലാക്കിയിട്ട് മാത്രം എടുക്കാൻ നോക്കാട്ടോ. അപ്പോൾ ഞാൻ ഓൾറെഡി എൻ്റെ ഉത്തരം പറഞ്ഞു. കുറേ പേര് എന്നോട് കമൻറ്റ് ചെയ്യുന്നത് ഏത് ഇൻഷുറൻസ് ഉപയോഗിക്കുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം ഉപയോഗിക്കുന്നത് സ്റ്റാർ ഹെൽത്ത് ആണ്. ഞാൻ നിർത്തി, കൂറ സാധനമായിരുന്നു. 1 year ആയപ്പോഴേക്കും ഞാൻ നിർത്തിയത്. പിന്നെ അത് പോർട്ട് ചെയ്തു. പിന്നെ ഞാൻ നീവ ബൂപ്പ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. നീവ ബൂപ്പും 1 year കഴിഞ്ഞപ്പോൾ പോർട്ട് ചെയ്തു. പിന്നെ ഇപ്പോൾ ഓൾമോസ്റ്റ് കുറച്ച് കൊല്ലങ്ങളായിട്ട് HDFC ഇറക്കാണ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അത് കമ്പനി ഇൻഷുറൻസ് HDFC ഇറക്കാണ്. അപ്പോൾ അത്യാവശ്യം നല്ല ക്ലെയിം സെറ്റിൽമെൻറ്റേഷൻ ഉണ്ട്. കമ്പയർ ചെയ്യുമ്പോൾ HDFC ഇറക്കാൻ്റെ എന്താ പറയുക പ്രീമിയം കൂടുതലാണ്. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ഞാൻ ഇതിൻ്റെ കസ്റ്റമർ ആയതുകൊണ്ട് ഞാൻ വേണമെങ്കിൽ നമ്മുടെ റെഫറൽ ഞാൻ താഴെ കൊടുക്കാൻ വേണ്ടി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ HDFC ഇറക്കം ഇൻഷുറൻസ് എടുക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ താഴെ വേണമെങ്കിൽ ഞാൻ കൊടുക്കുന്നുണ്ട്. ആരെങ്കിലും ഉണ്ട്. അത് ഞാൻ പറഞ്ഞ പോലെ പ്രൊമോഷൻ അല്ല കേട്ടോ, ഓൾറെഡി എടുത്ത് പറഞ്ഞോട്ടെ, പ്രൊമോഷൻ അല്ല. അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നോക്കി നോക്കാം. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിഞ്ഞിട്ട് എന്ന് വെച്ചാൽ ഞാൻ വേണമെങ്കിൽ അവരുടെ കുറച്ച് പ്ലാൻ പറയാം. അവർ കുറച്ച് പുതിയ പ്ലാൻസുകളും സംഭവമൊക്കെ ഇറക്കിയിട്ടുണ്ട്. ഞാൻ പ്രൊമോഷൻ അല്ലാത്തതുകൊണ്ട് എടുത്ത് പറഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ. പുതിയ 2-3 പ്ലാൻസുകൾ ഒപ്റ്റിമ സെക്യൂർ എന്നൊക്കെ പറഞ്ഞിട്ട് പുതിയ ജസ്റ്റ് ലോഞ്ച്, പുതിയ ഒപ്റ്റിമ ലൈറ്റ്, അങ്ങനെ കുറച്ച് പുതിയ സാധനങ്ങൾ അവർ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഒപ്റ്റിമ സെക്യൂർ ഗ്ലോബൽ എന്നൊക്കെ പറഞ്ഞിട്ട്, ഒപ്റ്റിമ റീസ്റ്റോർ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഫുള്ള് ഇതിലൊക്കെ നമുക്ക് ഒരു നോ കോസ്റ്റ് EMI ഓപ്ഷൻസും കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ റെക്കമെൻഡ് ചെയ്തിട്ടുള്ള പരിപാടിയല്ല. നമുക്ക് EMI ഓപ്ഷൻസ് ഡയറക്റ്റ്ലി എടുക്കാണ്ടിരിക്കുക. അപ്പോൾ മാക്സിമം ഫുൾ പ്രീമിയം അടക്കം തന്നെ എടുക്കാൻ നോക്കാം. അത് ഒരു മാർക്കറ്റിംഗ് ട്രിക്കാണ്. ഈ EMI എന്ന് പറയുമ്പോൾ എല്ലാവരും പോയി എടുക്കുമല്ലോ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പ്രത്യേകിച്ച് ഈ പോളിസി പത്താറൊക്കെ അതുമേ ബാങ്കിലെ ഹ്യൂജലി മാർക്കറ്റാണ് EMI എന്ന് പറഞ്ഞിട്ട് എപ്പോഴും ഇത് കാണിക്കുക. അതുമേ ആ സാധനത്തിൽ പോയി പെടരുത്. എടുക്കുമ്പോൾ ഫുൾ പ്രീമിയം അടച്ച് എടുക്കാൻ നോക്കാട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് അതിൻ്റെ പേര് നമ്മുടെ 2 ചാനൽ സമാന്തരം പോയി കണ്ടു നോക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വരുന്നതാണെങ്കിൽ എൻ്റെ പേര് അജയ്, ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റാണ്. നമ്മുടെ ടെക്കിലും ഫിനാൻസിലും എക്സ്പീരിയൻസാണ്, ക്വാളിഫയർ ആണ്. അതുപോലെ തന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അതിന് വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം. പേജ് ഫോളോ ചെയ്യാനും മറക്കണ്ട. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് അതിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത് കാണാം. ബൈ. ഞാനിത് സോണി ഞാൻ ചോദിച്ചിട്ട് ഇത് അമർത്തിക്കൊണ്ടിരിക്കുക. സോണി വല്ലതും ക്യാനോണല്ലേ, ക്യാനോണ്ട് എനിക്ക് ഇതില്ല. എൻ്റെ കയ്യിൽ നമ്മുടെ ആപ്പ് മാത്രമേ ഉള്ളൂ.